നാളേക്കപ്പുറമുള്ള പ്രത്യാശ. ജീവിതം പലപ്പോഴും അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ്. നഷ്ടങ്ങൾ, കാത്തിരിപ്പിൻ്റെ കാലങ്ങൾ, തകർന്ന പദ്ധതികൾ. ആ നിമിഷങ്ങളിൽ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പലപ്പോഴും നഷ്ടപ്പെടുവാൻ എളുപ്പമാണ്. എന്നാൽ തിരുവെഴുത്തുകൾ നാളേക്കപ്പുറമുള്ള ഒരു പ്രത്യാശയിലേക്ക് വിരൽ ചൂണ്ടുന്നു. സാഹചര്യങ്ങൾക്ക് അധിഷ്ഠിതമല്ല, മറിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങളിൽ വേരൂന്നിയ ഒരു പ്രത്യാശ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 11 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് പ്രവാസത്തിലായിരുന്ന ഇസ്രായേല്യരോട് അരുളി ചെയ്ത ഭാഗമാണ്. വേദനയിലും സ്വന്തം ഭവനങ്ങളിൽ നിന്നും അകന്നും അടുത്തത് എന്ത് സംഭവിക്കുമെന്ന ഭയത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയോട് അവരുടെ ഭാവി ദൈവ കരത്തിൽ സുരക്ഷിതമാണ് എന്ന് അവർക്ക് ഉറപ്പ് നൽകി. അതുപോലെ തന്നെ റോമർക്കെഴുതിയ ലേഖനം 15 അധ്യായം 13 വാക്യത്തിൽ, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. എല്ലാ ഉത്തരങ്ങളും അറിയുന്നതിലൂടെ അല്ല പ്രത്യാശ വരുന്നത്, മറിച്ച് എല്ലാം അറിയുന്നവനിൽ വിശ്വസിക്കുന്നതിലൂടെയാണ്. യഥാർത്ഥ പ്രത്യാശ വെറുമൊരു ആശംസയല്ല, മറിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തതയിലുള്ള ഉറച്ച പ്രതീക്ഷയാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. എബ്രായർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം 2 വാക്യം, നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ലായിരിക്കാം, എന്നാൽ നാളെയെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം. ജീവിതം ഇരുണ്ടതായി തോന്നുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഇപ്പോഴും അത്ഭുത വെളിച്ചമായി നിലനിൽക്കുന്നു. നിങ്ങളുടെ ജീവിത കഥ അവസാനിച്ചിട്ടില്ല, നല്ല ദിവസങ്ങൾ വരാനിരിക്കുന്നു. ദൈവവചനത്തിൻ്റെ ഈ സത്യം നിങ്ങളുടെ ആത്മാവിന് ബലമായിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.